വെൽക്കം ടു ഐ കുക്ക് ഫോർ മീ മാമ്പഴപ്പുളിശ്ശേരി വ്ളോഗ്. അതെന്തുകൊണ്ടാണ് ഐ കുക്ക് ഫോർ മീ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ മാമ്പഴപ്പുളിശ്ശേരി കൂടുതൽ താല്പര്യമുള്ളത് എനിക്കാണ്. പിന്നെ അമ്മയ്ക്ക് അത്യാവശ്യം താല്പര്യമാണ്. മാത്തനെയൊക്കെ നിർബന്ധിച്ചാലേ മാത്തം കഴിക്കത്തുള്ളൂ. ചാച്ചയ്ക്ക് വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെയുള്ളപ്പം ഈ ഒരു കഴിഞ്ഞ മാമ്പഴക്കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാമ്പഴക്കാലത്ത് ഞാൻ ഉണ്ടാക്കി പഠിച്ച് അത്യാവശ്യം എക്സ്പേർട്ടായ ഒരു പരിപാടിയാണ് ഈ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന പരിപാടി. അപ്പം ഈ മാവിൽ നിറച്ച് മാങ്ങയുണ്ടായിരുന്ന സമയത്ത് ഞാൻ മാമ്പഴപ്പുളിശ്ശേരി വ്ലോഗ് എടുക്കണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിൽ ഞാനിങ്ങനെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ തള്ളി നീക്കി എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഈ മാവിലൊരു 30-40 മാങ്ങയിൽ താഴെ ഉണ്ടാവും. അതിപ്പം ഇന്ന് രാത്രി ഗോവാലൊക്കെ ചപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതും എനിക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തോട്ടിയൊക്കെ എടുത്ത് കുറച്ച് പരിപാടിയൊക്കെ കാണിക്കുകയാണെങ്കിൽ കുറച്ച് പച്ചമാങ്ങ എനിക്ക് കിട്ടുമല്ലോ. അത് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമല്ലോ. അപ്പം ഐ ഷോ യു. അപ്പൊ അതാണ് ഞാൻ പറയാൻ വന്ന സംഭവം. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഇതുകൊണ്ട് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി നാളെ. അപ്പം നമുക്ക് അന്നേരം കാണാം കേട്ടല്ലോ. അപ്പം ഇന്നലെ പെറുക്കി വെച്ച് വാങ്ങുകയും ഇന്നത്തെ വാങ്ങുകയും എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഇപ്പം ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമ്പഴം നമ്മൾ ചെത്തിയെടുക്കുകയല്ലേ ചെയ്യേണ്ടത്, ഉരിഞ്ഞെടുക്കണം. നമുക്കത് ചെയ്തിട്ട് വരാം. ഉരിഞ്ഞതിൻ്റെ ഒരു ആവശ്യത്തിൽ കുറച്ച് അധികം അങ്ങോട്ട് ഉരിഞ്ഞു പോയി മാമ്പഴം. അപ്പൊ നമുക്കൊരു 12 മാങ്ങ വെച്ച് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നതൊക്കെ സിമ്പിൾ പ്രൊസീജിയറാണ്. അത് ഇപ്പം തീരെ പരിപാടി. ഞാനൊരു കുക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങണമെങ്കിൽ അത് എത്ര സിമ്പിൾ ആയിട്ടായിരിക്കും ഞാൻ തുടങ്ങുന്നത്. അതായത് ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് ഈ മാമ്പഴം ഇല്ലേ, ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ. ഇതിങ്ങനെ അത്യാവശ്യം തിളച്ച് തുടങ്ങുന്ന സമയത്ത് ശർക്കരപ്പാനിയാണ് ഒഴിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ ഒരു മടിയുടെ ഒരു കൂടുതലിൽ ഞാൻ ശർക്കരയാട്ടോ ഇടുന്നത്. ശർക്കര ഒരു 3-4 സ്പൂൺ വരെ ഇടാം. ഇതിങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു അടി പിടിക്കൽ സ്ഥാനം ഇതിൽ നടക്കാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ ഈ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ഇടാറ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സ്റ്റൈലിൽ ശർക്കരയാട്ടോ നമ്മളിടുന്നത്. പിന്നെ ഈ ശർക്കരപ്പാനി അത്യാവശ്യം കുറുകി തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിക്കണം. ഒരു സംഭവം കൂടെ ഉണ്ട്. ഇത് ഞാൻ മിക്സിയുടെ അകത്ത് അടിച്ചെടുത്തതാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര്, പിന്നെ തേങ്ങ, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഞാനിട്ടിട്ടുണ്ട്. പിന്നെ ജീരകം സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ്റെ അകത്ത് ജീരകം അവരധികം പ്രിഫർ ചെയ്യുന്നില്ല. അങ്ങനെ ഇത് നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ട് സാധനം അടിച്ചെടുക്കാതെ ഇതുപോലെ. ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ ഇതായോ ഈ മാങ്ങ ആയോ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ഈ ശർക്കരപ്പാനിയുടെ അകത്തുണ്ടല്ലോ, ഇത് കിടന്ന ഇതിൻ്റെ കളർ മാറും ശരിക്കും. ഇനി ഇത് അത്യാവശ്യം ഒന്ന് കുറുകി ഒരു ഫോർമാറ്റിലായെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് ചേർക്കാം. ഇത് ഒരു കാരണവശാലും തിളപ്പിക്കാൻ വേണ്ടി നിർത്തിയേക്കല്ലോ കേട്ടോ. കാരണം ഇതിൻ്റെ തേങ്ങയും മോരും ഒക്കെ ആഡ് ചെയ്തേക്കുന്നതല്ലേ, അത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. നിങ്ങൾക്കത് അറിയാമായിരിക്കും. ബിഗിനേഴ്സിനോടോ ഞാൻ പറയണേ. എങ്ങാനും കണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ. ഇത് നെയ്യാട്ടോ. ഇത് നെയ്യുടെ അകത്താണ് നമ്മൾ ഇതിൻ്റെ ആണെങ്കിൽ കടുക് പൊട്ടിക്കലും പരിപാടികളൊക്കെ ചെയ്യേണ്ടത്. എന്നാലാണ് അതിൻ്റെ ആ പ്രോപ്പർ ടേസ്റ്റ് ഇതിന് കിട്ടത്തുള്ളൂ. ഇനി അതിലേക്ക് നമ്മുടെ വത്തലമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് സംഭവം തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതിനെയൊക്കെ ജസ്റ്റ് ഈ കടുക് പൊട്ടിച്ചതിൻ്റെ ടേസ്റ്റും കൂടി ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമ്പഴപ്പുളിശ്ശേരി റെഡി. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റാർ. അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ സെറ്റായി. ഈ കൂടെ ഉള്ളത് ചോറല്ല കേട്ടോ, പുട്ട. നിങ്ങൾ പുട്ട് മാമ്പഴപ്പുളിശ്ശേരി കോമ്പോ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ റീസെൻ്റ്ലി ഈ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ എല്ലാ ദിവസവും തന്നെ മാമ്പഴപ്പുളിശ്ശേരിയായിരുന്നു. അപ്പം ആദ്യം ഇങ്ങനെ ചോദിക്കും, ഇന്നും ഇതാ? അപ്പം ഞാൻ പറയാം, ഇതുണ്ടാക്കി പഠിക്കുന്നവരെ ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു തവണ ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഇവിടുത്തെ അമ്മയും കൂടെ ട്രൈ ചെയ്ത് നോക്കി.
അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇതിൻ്റെ വലിയൊരു ഫാനായി. ഞങ്ങൾ മാമ്പഴപ്പുളിശ്ശേരികളപ്പോൾ ഞങ്ങൾ ഇച്ചിരി പുട്ടോടെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ഒരു വായിച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് ശരിക്കും ഇതൊരു വിയേർഡായിട്ടുള്ള കോമ്പിനേഷനായിട്ടായിരിക്കും തോന്നുക. പുട്ടിൻ്റെ കൂടെ പഴം, പപ്പടം, ബീഫ്, ചിക്കനൊക്കെ ആൾക്കാർ കുടിക്കുന്ന മാമ്പഴപ്പുളിശ്ശേരി ആയാലും കഴിക്കുകയാണ്. പക്ഷേ ഇത് അടിപൊളി കോമ്പിനേഷനാണിത്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും എൻ്റെ ഈ റെസിപ്പി ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയല്ലേ. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കിയെങ്കിലേ ഉള്ളൂ. ഭയങ്കര ഒരു സിമ്പിൾ റെസിപ്പിയാണത്. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുട്ടും അതിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയായിരിക്കും സത്യമായിട്ടും. ഭയങ്കര കംഫർട്ടിങ് ഫുഡാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, അടിപൊളി മാമ്പഴപ്പുളിശ്ശേരിയാണ്. അടിപൊളി. എനിക്കങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ചിലരങ്ങനെയില്ലേ, എൻ്റെ അമ്മൂന് അങ്ങനെയാണ്, എൻ്റെ സിസ്റ്ററിന്. അവള് അസാധ്യമായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കും. പക്ഷേ എങ്കിൽ അവൾക്കത് ഉണ്ടാക്കുന്ന അത്രയും സമയം അടുക്കള നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് അതിൻ്റെ മണം പറ്റിയല്ല. അങ്ങനെ അവളൊരു ദിവസം കഴിഞ്ഞ് ഇപ്പോൾ വല്ല കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവളത് കഴിക്കാൻ വരുമ്പോഴത്തേക്ക് ഏറെക്കുറെ തീർന്നിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം പ്രോപ്പർ റെസിപ്പി ആയിട്ട് പറഞ്ഞതാണ്. യു ക്യാൻ ട്രൈ ഇറ്റ് കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, സിമ്പിൾ റെസിപ്പി അല്ലേ. അപ്പം പുട്ട് മാമ്പഴപ്പുളിശ്ശേരി കോമ്പോ സമയം കിട്ടുമ്പോൾ, മാമ്പഴ സീസൺ തീരാൻ വേണ്ടി പോവുക. അപ്പം ട്രൈ ചെയ്ത് നോക്ക്, രസമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിക്കട്ടെ. അപ്പം ടാറ്റാ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും ഞാൻ ഉണ്ടാക്കിയ മാമ്പഴപ്പുളിശ്ശേരി നിർത്തും. അപ്പം ഞാൻ വിചാരിച്ചു, എന്നെ കെട്ടിച്ചോട്ടേക്കുന്ന ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം എൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പിള്ളേരായതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് അത് കുക്കിംഗ് സ്കില്ലുകൾ അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അമ്മ കുക്ക് ചെയ്യുന്നതാണ് പൊതുവെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അമ്മ ഭയങ്കര രസമായിട്ടുണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അമ്മയുടെ അടുത്ത് എപ്പോഴും പറയും. പക്ഷേ അമ്മയ്ക്ക് ഇതുവരെ അതിൻ്റെ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ ഇന്നുണ്ടാക്കിയത് നല്ലോണം ഇരിക്കുന്നത്. ഇനി ഒരുപാട് മാങ്ങകളിൽ ഉണ്ടാക്കിയത് ഞാനും അമ്മയല്ലേ ഉള്ളൂ കഴിച്ചു നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ വരെ പോയി എൻ്റെ അമ്മേനെ ഒന്ന് ഞെട്ടിപ്പിക്കാന്ന്. അമ്മ ഞെട്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. ചക്കയോ? ചക്ക ഇല്ല, തുറക്കുന്നതിന് മുമ്പ് ഗസ് ചെയ്യും. മണത്തൊക്കെ നോക്കാട്ടോ. അപ്പോ അല്ല, കപ്പയിറച്ചിയല്ല. മാമ്പഴപ്പുളിശ്ശേരി.